iOS 26.3 ബീറ്റ 1 ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം 7.4 GB എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേഷൻ ഒരു ബേറ്റിലേക്ക് പോകുമ്പോൾ, അതും ഫസ്റ്റ് ബേറ്റിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഹ്യൂജ് സൈസ് എക്സ്പെക്റ്റഡ് ആണ്. ചില ഡിവൈസിൽ 10 GB വരെയും ഈ ഒരു അപ്ഡേറ്റ് സൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ അപ്ഡേഷനായിട്ട് iOSനും വാച്ച്OSനും macOSനും tvOSനും എല്ലാ പുതിയ സോഫ്റ്റ്വെയർസിനും പുതിയ ബേറ്റാസും റിലീസ് ചെയ്യേണ്ട. ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOSനെ പറ്റി ഫോക്കസ് ചെയ്യാം. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളുമാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ ദിസ് ഇസ് യുവർ ബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സ് എടുക്കാം. അവിടെ ജനറൽ ഓപ്ഷനിൽ എബൌട്ട് സെക്ഷനിൽ പോകുമ്പോൾ സോഫ്റ്റ്വെയർ സെക്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 26.3 23D5089E എന്ന് പറയുന്നത്. ഈ ആൽഫബറ്റ് എയിലേക്ക് മാറുമ്പോഴാണ് ഒഫീഷ്യൽ അപ്ഡേഷൻ്റെ അടുത്തെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പുതിയ ഒരു മോഡേൺ ഫേംവെയർ വരുന്നുണ്ട്. ടെക്നിക്കലായ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയാനും നെറ്റ്വർക്കിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബെറ്റർ വേർഷൻ നിങ്ങൾക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ഫീച്ചർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നേരെ സെറ്റിങ്സ് എടുക്കാം. നമ്മുടെ സെറ്റിങ്സിൽ ജനറൽ ഓപ്ഷൻ എടുത്തിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴത്തെ ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും താഴത്തെ ഒരു പുതിയ ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നമ്മൾ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും അതോടൊപ്പം മൂവ് ടു iOS എന്നിങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ ആപ്പിൾ ഇപ്പോൾ കുറേയധികം ലിബറലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് സേഫ് ഗെയിമായിട്ട് ആപ്പിൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ്, അതേപോലെ എയർ ഡ്രോപ്പ് അൺലോക്ക് ചെയ്യുക എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും എക്കോസിസ്റ്റത്തിലെ കുറച്ചധികം ഇടിവുകൾ അല്ലെങ്കിൽ എക്കോസിസ്റ്റം കുറച്ചുകൂടെ തുറന്നു കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഈ ഒരു ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ് ഓപ്ഷൻ യിലെ ഒരു സമ്മർദ്ദം കൊണ്ടായിരിക്കാം തുറന്നു കൊടുക്കുന്നത്. പക്ഷേ ആപ്പിൾ എക്കോസിസ്റ്റത്തിലേക്ക് ഒരു ഗേറ്റ് വേ ആയിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ആൻഡ്രോയിഡിലെ ഓപ്ഷൻ നമുക്ക് ടാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ രണ്ട് ഡിവൈസും, പുതിയ ആൻഡ്രോയിഡ് ഡിവൈസും ഐഫോണും, ട്രാൻസ്ഫർ ചെയ്യേണ്ട ഐഫോണും അടുത്ത് വെക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ലഭിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഒരു QR കോഡ് വെച്ച് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ അനദർ ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ സെഷൻ ഐഡിയും പെയറിംഗ് കോഡും കൊണ്ടും നിങ്ങൾക്ക് ആ ഒരു പുതിയ ആൻഡ്രോയിഡ് ഡിവൈസ് കണക്ട് ചെയ്ത് എല്ലാ ഡാറ്റാസും ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അടുത്ത വരുന്ന ചേഞ്ചാണ് നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. സെറ്റിങ്സിൽ ഇതേപോലെ നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ എടുക്കാം. താഴത്തൊരു പുതിയ ഓപ്ഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ് എന്ന്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഒരു ഓപ്ഷൻസും ആപ്പിലൂടെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കറക്റ്റായിട്ട് ആപ്പ് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ക്യാൻ ബി ഫോർവേഡ് ടു 1 ആക്സസ് അറ്റ് എ ടൈം. നോട്ടിഫിക്കേഷൻ വിൽ നോട്ട് അപ്പിയർ ഓൺ ആപ്പിൾ വാച്ച് വൈൽ നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ് ഈസ് ടേൺ ഓൺ എന്ന് പറയുന്നത്. മേ ബി ഇത് ഒരു തേർഡ് പാർട്ടി വെയറബിൾസ് വാച്ചുകൾക്ക് വേണ്ടിയുള്ള ഒരു ചേഞ്ച് ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാംസങ് വാച്ച്, അതോടൊപ്പം പിക്സൽ വാച്ച്, തേർഡ് പാർട്ടി കമ്പനികളുടെ വാച്ചുകൾ കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു വാച്ചിലേക്ക് മാത്രം ഈ ഒരു നോട്ടിഫിക്കേഷൻ പുഷ് ചെയ്യും. അല്ലാതെ ഫോണിലേക്ക് കറക്റ്റായിട്ട് ലൈറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേഷനോ കാണിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ് ആയിരിക്കും ഈ പറയുന്ന ഫോർമാറ്റിൽ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസും ഓപ്ഷൻസും വന്നാൽ മാത്രമാണ് കറക്റ്റ് ഒരു ഐഡിയ ഈ ഒരു ഓപ്ഷനും ഫങ്ഷണാലിറ്റിക്കും നമുക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത വരുന്ന ചേഞ്ച് നമ്മുടെ വാൾപേപ്പറിലാണ്. നമ്മുടെ നേരെ വാൾപേപ്പർ സെക്ഷൻ എടുക്കാം. അതിന് തൊട്ട് മുമ്പ് ഇതേപോലെ ഏറ്റവും ഓസം സെലക്റ്റഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. എല്ലാ വീഡിയോസിന് ശേഷവും ഇതേപോലുള്ള ഓസം വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ചേഞ്ച് മനസ്സിലാവും. നേരത്തെ നമുക്ക് വെതർ ആൻഡ് ആസ്ട്രോണമി ഒരേ ഒരു കാറ്റഗറിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വെതർ ആൻഡ് കാറ്റഗറി രണ്ട് ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ രണ്ട് ഫോൾഡറിലേക്ക് ആപ്പിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിഫറെൻറ്റ് സെക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള മേ ബി ഉള്ള കാരണം പുതിയ വാൾപേപ്പേഴ്സ് ആപ്പിളിനെ കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും. ആ ഒരു റീസൺ വെച്ചുകൊണ്ടായിരിക്കും രണ്ട് കാറ്റഗറി ആയിട്ട് ഇവിടെ ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ആപ്പിൾ സ്പോർട്സ് എന്ന ആപ്ലിക്കേഷനിലും കുറച്ചധികം ചേഞ്ചുകൾ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഗോൾഫ് എന്ന് പറഞ്ഞ ഗെയിമിൻ്റെയും കുറച്ചധികം ഇൻട്രാക്ഷൻസും ഡീറ്റെയിൽസും ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആപ്പിൾ നോക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ
ആപ്പിൾ സ്പോർട്സ് എന്ന ആപ്ലിക്കേഷൻ അവൈലബിൾ അല്ല. ഇനി ഈ ഒരു ഡിവൈസിൽ വന്ന ബഗ്ഗുകളും ബഗ് ഫിക്സിനെ പറ്റിയും സംസാരിക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് വാൾപേപ്പർ ബഗ് എനിക്ക് ഫിക്സ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ കുറച്ചധികം അപ്ഡേറ്റ്സിൽ പറഞ്ഞായിരുന്നു, വാൾപേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ലോക്ക് സ്ക്രീനിൽ കറക്റ്റായിട്ട് സെറ്റ് ആവും, പക്ഷേ ഹോം സ്ക്രീനിൽ വാൾപേപ്പർ സെറ്റ് ആവാതെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയി പോകുന്നു. ആ ഒരു ബഗ് ഈ ഒരു അപ്ഡേറ്റിൽ ഫിക്സ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാർപ്ലേയിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഡിവൈസ് ഐഫോണൊക്കെ ഡിജിറ്റൽ കാർ കീ ആയിട്ട് യൂസ് ചെയ്യും. പല കമ്പനികളിലും ഇപ്പോൾ റേഞ്ച് റോവർ, ഹണ്ടേ അങ്ങനെ പല കമ്പനികളിലും ചെറിയ ഒരു ബഗ് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ബഗ്ഗും ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ ഫീഡ്ബാക്ക് ആപ്പിൽ ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നേരെ നമ്മുടെ ഈ ഒരു ഫീഡ്ബാക്ക് ആപ്പ് എടുക്കാം. ഫീഡ്ബാക്ക് ആപ്പിൾ എല്ലാ കാര്യങ്ങളും ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബട്ട് ചെറിയൊരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ജനറൽ എന്ന് പറഞ്ഞ കാര്യം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ചേഞ്ച്, എന്തൊക്കെയാണ് വന്നിട്ട് ബഗ്ഗുകളും ബഗ് ഫിക്സുകളും ഒന്നും ആപ്പിളോട് നോട്ട് ചെയ്തിട്ടില്ല. ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ് എന്നുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുമ്പോഴും അതിൻ്റെ എന്താണ് ഫങ്ഷണാലിറ്റി, കറക്റ്റായിട്ടുള്ള ചേഞ്ചസ് എന്താണെന്നും ആപ്പിൾ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടില്ല. ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം ഫീഡ്ബാക്ക് ആപ്പിൽ കറക്റ്റായിട്ട് ആപ്പിൾ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ എല്ലാ യൂസേഴ്സിനും ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ വരുന്നത്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സ്മൂത്തായിട്ടാണ് ആസ് ഓഫ് നൗ ഫീൽ ചെയ്യുന്നത്. വേറെ സ്റ്റട്ടേഴ്സോ ബഗ്ഗോ എനിക്ക് ഇത്രയും നേരം യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നില്ല. ബാറ്ററി എന്ന് പറയുന്നത് അഫ്കോഴ്സ് എൻ്റെ ബാറ്ററി കുറച്ച് സർവീസ് മോഡിലാണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ബാറ്ററി ഹെൽത്ത് അത്യാവശ്യം നല്ല കുറവാണ്. 73% ആണ് എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. ഒക്കെ തന്നെ ഒരു ബാറ്ററിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ട്, ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു 73 ബാറ്ററി ഹെൽത്തിൽ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫാണ് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. നിങ്ങളുടെ ഡിവൈസിൽ ഇതേപോലത്തെ ഒരു ബാറ്ററി ലൈഫ് ആയിരിക്കില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. iOSൻ്റെ ഈ ഒരു ബേറ്റ യൂസ് ചെയ്യുന്ന ആൾക്കാർ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ടെന്ന് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് പ്രൈമറി ഡിവൈസിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യരുത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സെക്കൻഡറി ഡിവൈസിൽ ചെയ്താലും ഇനി ആപ്പിളിൻ്റെ അപ്ഡേറ്റ്, അതായത് iOS 26.3ൻ്റെ പുതിയ ബീറ്റ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ ലഭിക്കില്ല. ഇനി അടുത്ത കൊല്ലമായിരിക്കും ആ ഒരു ബീറ്റ ലഭിക്കാൻ പോകുന്നത്. അതായത് ജാനുവരിയിലായിരിക്കും ഇനി iOS 26.3ൻ്റെ പുതിയ ബീറ്റ ലഭിക്കാനുള്ള ചാൻസ്. കാരണം ആപ്പിൾ എംപ്ലോയീസ് എല്ലാവരും ഹോളിഡേ ലീവിലായതുകൊണ്ട് തന്നെ ആപ്പിൾ ഇനിയൊരു പുതിയ അപ്ഡേഷൻ പുഷ് ചെയ്യാൻ പോകുന്നില്ല അൺലെസ് പുതിയ iOS 26.2.1 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു അപ്ഡേറ്റിൽ കുറേയധികം ബഗ്ഗുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ iOS 26.2.1 എന്ന് പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേഷൻ മേ ബി ബഗ് ഫിക്സ് ആയിട്ട് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഐദർ ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക്. പക്ഷെ നെക്സ്റ്റ് വീക്ക് നമുക്ക് ക്രിസ്മസ് വീക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു വീക്കിൽ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഈ ഒരു വീക്കിൽ തന്നെ iOS 26.2.1ൻ്റെ ബഗ് ഫിക്സും ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് മന്ത് ആയിരിക്കും, അതായത് ജാനുവരിയിലായിരിക്കും നമുക്ക് പുതിയ ബേറ്റ റിലീസ് ആവുക. iOS 26.3ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് ഫെബ്രുവരിയിലായിരിക്കും ലഭിക്കുക. ആ ഒരു സെയിം ഫെബിൽ തന്നെ iOS 26.4 എന്ന് പറഞ്ഞ പുതിയ മാസീവ് അപ്ഡേറ്റിൻ്റെ ബേറ്റ് നമുക്ക് ലഭിക്കും. iOS 26.4ലായിരിക്കും പുതിയ ഫുള്ളി റീഡിസൈൻഡ് ആയിട്ടുള്ള സിറി 2.0 നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉള്ളത്. സോ ഇതാണ് നമ്മുടെ അപ്കമിങ് അപ്ഡേറ്റ്സിൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു iOS 26.3ൻ്റെ പുതിയ ബേറ്റിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതൊന്നും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ ബേറ്റ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ബഗ്ഗുകളോ അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സോ ഉണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ അടിപൊളി വാൾപേപ്പേഴ്സ് ഉണ്ട്. നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് എബിൻ സേവ്യ സൈനിങ് ഫ്രം എവിക്ക.